ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം കോമ്പൗണ്ടിൽ വൻ തീപിടുത്തം. കോമ്പൗണ്ടിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ സൂക്ഷിക്കുന്ന MCF-ലാണ് തീപിടിച്ചത്. ചാലക്കുടി നഗരസഭ MCF കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തം നഗരസഭ ഭരണാധികാരികളുടെ അനാസ്ഥ മൂലമെന്ന് LDF പാർലമെന്ററി പാർട്ടി ആരോപിച്ചു. കനത്ത ചൂട് നാളുകളായി തുടർന്നിട്ടും ശേഖരിച്ച വസ്തുക്കൾ അട്ടിയിട്ട് വെച്ചത് മൂലമാണ് തീപിടിക്കാനുണ്ടായ കാരണം. ദേശീയപാത കൊടകരയിൽ മിനി ലോറി മറിഞ്ഞു. ശനിയാഴ്ച രാവിലെ 11:30-ഓടെയായിരുന്നു അപകടം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം കോമ്പൗണ്ടിൽ വൻ തീപിടുത്തം. കോമ്പൗണ്ടിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ സൂക്ഷിക്കുന്ന MCF-ലാണ് തീപിടിച്ചത്. അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ 2 മണിക്കൂറോളം നേരം നടത്തിയ ശ്രമകരമായ പ്രവൃത്തികൾക്കൊടുവിലാണ് അഗ്നിബാധ നിയന്ത്രണ വിധേയമായത്. ഉച്ചയ്ക്ക് 12-ഓടെയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ തീ പടർന്നത്. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ തീ പടർന്നത്. ഈ സമയത്ത് അവിടെയുണ്ടായിരുന്ന 20ഓളം തൊഴിലാളികൾ തീയണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും തീ ആളിപ്പടരുകയായിരുന്നു. ചാക്കുകെട്ടുകളിലേക്ക് തീ പടർന്നതോടെ പ്രദേശമാകെ തീ ആളിപ്പടർന്നു. ചാലക്കുടിയിലെ അഗ്നിശമന സേനയ്ക്ക് പുറമെ അങ്കമാലി, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള സേനകളും ചാലക്കുടിയിലെത്തി. തീ പടർന്നത് കൂടുതൽ വ്യാപിച്ചതോടെ പ്രദേശവാസികളെയും സമീപത്തെ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെയും മാറ്റി. സംഭവ സ്ഥലത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഗ്യാസ് ഏജൻസിയുടെ ഗോഡൌൺ ആശങ്കയുണർത്തി. തീ പടർന്നതോടൊപ്പം പ്ലാസ്റ്റിക് കത്തിയുണ്ടായ പുകയും പ്രദേശമാകെ വ്യാപിച്ചു. ഇവിടെ സൂക്ഷിച്ചിരുന്ന ചില്ലുകുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും തീ പടർന്നതോടെ പൊട്ടിത്തെറിച്ചു. പ്രദേശമാകെ വിഷപ്പുകയുയർന്നതും അഗ്നിശമന സേനയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി. 2.5 മണിക്കൂറോളം നേരത്തെ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് തീ അണയ്ക്കാനായത്. തീ പടരാനുള്ള കാരണം വ്യക്തമല്ല. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടി നഗരസഭ MCF കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തം നഗരസഭാ ഭരണാധികാരികളുടെ അനാസ്ഥ മൂലമെന്ന് LDF പാർലമെന്ററി പാർട്ടി ആരോപിച്ചു. കനത്ത ചൂട് നാളുകളായി തുടർന്നിട്ടും ശേഖരിച്ച വസ്തുക്കൾ അട്ടിയിട്ട് വെച്ചത് മൂലമാണ് തീപിടിക്കാനുണ്ടായ കാരണമെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ CS സുരേഷ് ആരോപിച്ചു. കഴിഞ്ഞ LDF ഭരണകാലത്ത് ചാലക്കുടി നഗരസഭയിലെ 36 വാർഡിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തരം തിരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും വികേന്ദ്രീകരണാടിസ്ഥാനത്തിൽ 4 കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് 80 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. ചാലക്കുടി ടൗണിൽ 2 പോട്ടയിൽ നഗരസഭാ വക സ്ഥലത്ത് 1 പടിഞ്ഞാറെ ചാലക്കുടിയിൽ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി 1 ഉൾപ്പെടെ 4 കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനാണ് ഫണ്ട് വകയിരുത്തിയിരുന്നത്. നഗരസഭാ ഭരണാധികാരികളുടെ നിരുത്തരവാദപരമായ പ്രവൃത്തി മൂലം ചാലക്കുടി ടൗണിൽ ഇൻഡോർ സ്റ്റേഡിയത്തിന് പിന്നിലായി പണിത ഒരു സംഭരണ കേന്ദ്രം മാത്രമാണ് നാളിതുവരെയായി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതെന്നും LDF പാർലമെന്ററി പാർട്ടി ലീഡർ CS സുരേഷ് പറഞ്ഞു. പോട്ട മേഖലയിൽ നഗരസഭയുടെ കൈവശമിരിക്കുന്ന സ്ഥലത്ത് 2000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ MCF സെന്റർ നിർമ്മാണം ആരംഭിച്ചപ്പോൾ നഗരസഭ ചെയർമാൻ പോട്ടയിൽ ഇത്തരമൊരു കേന്ദ്രം ആരംഭിക്കാതിരിക്കുന്നതിനായി ചെയർമാൻ കെട്ടിടം പണിയുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെക്കുകയും ചെയ്തു. പടിഞ്ഞാറ് ചാലക്കുടിയിൽ സ്ഥലം കണ്ടെത്താനോ സെന്റർ ആരംഭിക്കാനോ ശ്രമിച്ചില്ല. ഇപ്പോൾ തീപിടിച്ച ഇൻഡോർ സ്റ്റേഡിയത്തിൽ പണിത MCF സെന്ററിൽ മാത്രമാണ് 36 വാർഡുകളിൽ നിന്ന് വരുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മുഴുവൻ സാധനങ്ങളും സൂക്ഷിക്കുന്നത്. എവർഗ്രീൻ എന്ന കമ്പനിയുമായി സാധനങ്ങൾ കൊണ്ടുപോകാൻ ധാരണയാക്കിയിട്ടും ഭരണകക്ഷിയിലെ ചിലരുടെ താൽപ്പര്യങ്ങൾ നടപ്പിൽ വരാത്തത് മൂലം കഴിഞ്ഞ 2 വർഷമായി എല്ലാ വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന മുഴുവൻ സാധനങ്ങളും ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. കനത്ത ചൂട് നാളുകളായി തുടർന്നിട്ടും ശേഖരിച്ച വസ്തുക്കൾ അട്ടിയിട്ട് വെച്ചത് മൂലമാണ് തീപിടിക്കാനുണ്ടായ കാരണമെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ CS സുരേഷ് ആരോപിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ദേശീയപാത കൊടകരയിൽ മിനി ലോറി മറിഞ്ഞു. കൊടകര ഉളമ്പത്തുകുന്നിൽ ഇന്ത്യൻ കോഫി ഹൗസിന് സമീപത്താണ് മിനി ലോറി മറിഞ്ഞത്. ശനിയാഴ്ച രാവിലെ 11:30-ഓടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് ഓയിലുമായി പോയിരുന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ 11:30-ഓടെയാണ് അപകടം. ചാലക്കുടി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് ഓയിലുമായി പോയിരുന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് റോഡിൽ വൻതോതിൽ ഓയിൽ ചോർന്നുപോയിരുന്നു.
പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേനമെത്തി റോഡ് കഴുകിയതിനു ശേഷമാണ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ദേശീയപാതയിൽ അല്പസമയം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. മീഡിയ ടൈം, കൊടകര. കിണറ്റിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. കൊടകര തേശ്ശേരി സ്വദേശി ചേതലൻ വീട്ടിൽ ഇട്ടീരയാണ് മരിച്ചത്. 66 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെ 7:30 അപകടം. പറമ്പിൽ ജാതിക്കായ ശേഖരിക്കാൻ പോയിരുന്നു ഇട്ടീര. പറമ്പിലുള്ള ആൾമറയില്ലാത്ത കിണറ്റിൽ നിന്നും നാളികേരം എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കിണറ്റിലേക്ക് വീണത്. ഏറെ നേരം കഴിഞ്ഞിട്ടും ഇട്ടീര തിരിച്ചു വരാത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് അപകട വിവരം അറിയുന്നത്. ഉടനെ ചാലക്കുടി ഫയർഫോഴ്സ് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി ഇട്ടീരയെ പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, കൊടകര. ഇനി നാട്ടിൽ നടന്നത്. LDF കൺവീനർ EP ജയരാജനും കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവദേക്കറും കൂടിക്കാഴ്ച നടത്തിയത് വിവാദമായ സാഹചര്യത്തിൽ ജയരാജനെ ന്യായീകരിച്ച് തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. വിവാദം ബിരിയാണി ചെമ്പ് പോലെയെന്നും K സുരേന്ദ്രൻ തന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, തങ്ങൾ സുഹൃത്തുക്കളാണെന്നും VS സുനിൽകുമാർ. EP ജയരാജൻ എല്ലാവരോടും അടുപ്പത്തോടെ പെരുമാറുന്ന പ്രകൃതക്കാരനാണെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സത്യസന്ധതയിൽ സംശയമില്ലെന്നും VS സുനിൽകുമാർ. തൃശൂരിൽ നല്ല മാർജിനിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയും VS സുനിൽകുമാർ പങ്കുവച്ചു. പാലപ്പള്ളിയിൽ പുലി പശുക്കുട്ടിയെ ആക്രമിച്ചു കൊന്നു. കുണ്ടായി എസ്റ്റേറ്റിൽ പമ്പ് ഹൗസിന്റെ തൊട്ടടുത്ത് വെച്ചാണ് പശുക്കുട്ടിയെ കൊന്നത്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിനോട് ചേർന്നാണ് സംഭവം. പ്രദേശവാസി കിളിയ മണ്ണിൽ അലീമയുടെ പശുക്കുട്ടിയാണ് പുലി കടിച്ചു കൊന്നത്. നേരത്തെയും പ്രദേശത്ത് സമാന രീതിയിൽ പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സംഭവം നടന്നത് തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിനോട് ചേർന്നാണെന്നതിനാൽ ഭീതിയോടെയാണ് ഇവിടെയുള്ളവർ കഴിയുന്നത്. ലോക്സഭാ വോട്ടെടുപ്പിൽ സംസ്ഥാനത്ത് 71.16% പോളിംഗ് രേഖപ്പെടുത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 6.68% കുറവ് പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. 2019 77.84% പോളിംഗ്. പലയിടങ്ങളിലും രാത്രി ഏറെ വൈകിയാണ് പോളിംഗ് അവസാനിച്ചത്. എന്നാൽ പോളിംഗ് ശതമാനത്തിൽ വ്യത്യാസം ഉണ്ടായേക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വീട്ടിലെ വോട്ടും പോസ്റ്റൽ വോട്ടും ചേർത്താൽ കണക്കിൽ വ്യത്യാസം ഉണ്ടായേക്കാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട കാർ കാൽനടയാത്രക്കാരനെയും പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളിലും ഇടിച്ചു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു അപകടം. മേൽപ്പാലത്തിനടിയിലൂടെ പോയിരുന്ന കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. 10ഓളം ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കൊടകര പോലീസ് സ്ഥലത്തെത്തി. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പേരാമ്പ്ര ലയൺസ് ക്ലബ്ബും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് നടത്തി. പേരാമ്പ്ര സെന്റ് ആന്റണീസ് UP സ്കൂളിൽ നടത്തിയ ക്യാമ്പ് ഡിസ്ട്രിക്ട് മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്റർ ലയൺ ജോൺസൺ കോലങ്കണ്ണി MJIF ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ PT ജോൺസ് അധ്യക്ഷത വഹിച്ചു. പേരാമ്പ്ര പള്ളി വികാരി ഫാദർ ഷാജു പീറ്റർ കാച്ചപ്പള്ളി, KO വർഗീസ്, TK മാത്യു, ടോക്സി ബോസ് തച്ചിൽ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. അമല ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ കൊടിയേറ്റ് നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പള്ളി, കൺവീനർമാരായ നെൽസൺ ചെല്ലങ്ങര, റാഫേൽ വിധേയത്തിൽ, കൈക്കാരന്മാരായ ആന്റണി വിധേയത്തിൽ, മണി കുരുതുകുളം എന്നിവർ നേതൃത്വം നൽകി. തുടർന്നുള്ള എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക് കുർബാന, ലദീൻ, നൊവേന എന്നിവ ഉണ്ടാകും. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണത്തിനായി പൈലിംഗ് നടത്തിയതിന്റെ അവശിഷ്ടം കാനയിലേക്ക് തള്ളിയതിനെ തുടർന്ന് പുഴ മാലിന്യമാവുകയും പ്രദേശത്ത് വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നതായും പരാതി.
കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 25-ാം വാർഡിൽ കോട്ടപ്പുറം പാലത്തിന് സമീപമാണ് മാലിന്യം തള്ളിയത്. പുതിയ പാല നിർമ്മാണത്തിന്റെ ഭാഗമായി തൂണുകൾ സ്ഥാപിക്കുന്നതിനായാണ് പൈലിംഗ് നടത്തുന്നത്. യന്ത്രം ഉപയോഗിച്ച് ആഴത്തിൽ കുഴിക്കുമ്പോൾ പുറത്തുവരുന്ന ചെളി നിറഞ്ഞ മിശ്രിതമാണ് ടാങ്കറിൽ നിറച്ച് കാനയിൽ കൊണ്ടുവന്ന് തള്ളുന്നത്. മാലിന്യം നിറഞ്ഞതിനെ തുടർന്ന് കീഴ്ത്തളി പ്രദേശത്തു നിന്നും കോട്ടപ്പുറം പുഴയിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന കാനയിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടു. പുഴയിൽ മാലിന്യം കലർന്നതിനെ തുടർന്ന് കൂട് മത്സ്യകൃഷി നശിച്ചതായും പരാതിയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം കോമ്പൗണ്ടിൽ വൻ തീപിടുത്തം. കോമ്പൗണ്ടിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ സൂക്ഷിക്കുന്ന MCF-ലാണ് തീപിടിച്ചത്. ചാലക്കുടി നഗരസഭ MCF കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തം നഗരസഭ ഭരണാധികാരികളുടെ അനാസ്ഥ മൂലമെന്ന് LDF പാർലമെന്ററി പാർട്ടി ആരോപിച്ചു. കനത്ത ചൂട് നാളുകളായി തുടർന്നിട്ടും ശേഖരിച്ച വസ്തുക്കൾ അട്ടിയിട്ട് വെച്ചത് മൂലമാണ് തീപിടിക്കാനുണ്ടായ കാരണം. ദേശീയപാത കൊടകരയിൽ മിനി ലോറി മറിഞ്ഞു. ശനിയാഴ്ച രാവിലെ 11:30-ഓടെയായിരുന്നു അപകടം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.